In this lecture, we will discuss about the properties of CTFT. അപ്പോൾ നമ്മൾ CTFT എന്താണെന്ന് പഠിച്ചു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്തിരുന്നു. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്, പ്രോപ്പർട്ടീസ് ഓഫ് CTFT. അപ്പോൾ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ രണ്ട് സിഗ്നൽസ് വേണം. സോ ഇഫ് x1 ഓഫ് ടി, നമ്മൾ രണ്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. ഇഫ് x1 ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം x1 ഓഫ് ഒമേഗ ആൻഡ് x2 ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം x2 ഓഫ് ഒമേഗ, then a into x1 of t plus b into x2 of t Fourier transform a x1 of omega plus b x2 of omega. സോ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. നമ്മൾ രണ്ട് സിഗ്നൽ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് a x1 of t plus b x2 of tയുടെ ഫോറിയർ ട്രാൻസ്ഫോം a x1 of omega plus b x2 of omega ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് നമുക്ക് LHS ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത് a x1 of t പ്ലസ് b x2 of t. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പം ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ. സോ അതിൻ്റെ ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/2 ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ. സോ ഇവിടെ എനിക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് a x1 പ്ലസ് b x2 ആ ഒരു ഫംഗ്ഷൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. സോ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടിയെ ഇ റേസ് ടു മൈനസ്, ഇപ്പോൾ ഏതൊരു ഫംഗ്ഷൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് a x1 ഓഫ് ടി പ്ലസ് b x2 ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ ആ ഫുൾ ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. സോ ഇതായിരിക്കും നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി a x1 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x2 ഓഫ് ടി, ദാറ്റ് ഈസ് b x2 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ അത് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എ ഇൻറ്റഗ്രലിന് പുറത്തെടുക്കാം. സോ നമുക്ക് കിട്ടുന്നത് ബാക്കി ടേം എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ x1 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. അപ്പോൾ അത് x1 ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. x1 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണത്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് ടി ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. x1 ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം x1 ഓഫ് ഒമേഗയാണ്. സോ എ ഇൻറ്റഗ്രലിൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് x1 ഓഫ് ഒമേഗയാണ്. പ്ലസ് ദെൻ ബി അതുപോലെ നമ്മൾ പുറത്തെടുക്കുന്നു. ബാക്കി ടേം എന്ന് പറയുന്നത് x2 ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അതെന്താണ്? x2 ഓഫ് ഒമേഗയാണ്. സോ നമുക്ക് RHS കിട്ടി. LHSൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് a x1 പ്ലസ് b x2 ഓഫ് ഒമേഗ ആ ഫോമിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ്. സോ ഈ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ പറയുന്നുണ്ട്. സോ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ഡയറക്റ്റ്ലി ഏതെങ്കിലും പ്രോപ്പർട്ടീസ് പ്രൂഫ് ചോദിക്കാം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും കൂടെ ചോദിക്കാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. സോ അത് നമ്മൾ അടുത്ത ലെക്ചർ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ബാക്കി നോക്കാം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഒരു സിഗ്നൽ മാത്രം, അതുകൊണ്ടാണ് ഞാൻ എക്സ് ഓഫ് ടി
മാത്രം കൺസിഡർ ചെയ്തത്, എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ദെൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട്, അപ്പോൾ ടി നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് വാല്യൂ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അത് 2 ആവാം, -2 ആവാം, എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം. സോ ഞാനിവിടെ ജനറലി ടി നോട്ട് എന്ന് കൺസിഡർ ചെയ്യുവാണ്. സോ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, അതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. അത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ടാണ്. അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം, അതായത് എക്സ് ഓഫ് ഒമേഗ മൾട്ടിപ്ലൈഡ് വിത്ത് എ ഫാക്ടർ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ഓർത്തിരിക്കാനുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു. അവിടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആണ്. അപ്പം ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആണ്. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് വരുമ്പോൾ ആ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ എക്സ് ഓഫ് ഒമേഗയെ, എന്നിട്ട് ടിക്ക് പകരം ടി നോട്ട് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഓർത്ത് പഠിക്കാം. കാരണം ഒരുപാട് പ്രോപ്പർട്ടീസ് ഇനി ഡി ടി എഫ് ടി വരുന്നുണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം വരുന്നുണ്ട്. സോ എല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. സോ ഇത് ഓർത്തിരിക്കാൻ, ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ മൾട്ടിപ്ലൈങ് ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആണ്. സോ ആ ഒരു ടേം അവിടെ ടിക്ക് പകരം ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ പ്രോപ്പർട്ടി നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ദെൻ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് ലാപ്ലാസ് ഫൊറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെയാണ്. സോ LHS ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടി നോട്ട് മീൻസ് ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ എന്തിൻ്റെ ആയാലും നമ്മൾ ആ ടേം മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ദെൻ ഇവിടെ നമ്മൾ ഈ ടൈം ഷിഫ്റ്റിംഗ്, ടൈം റിവേഴ്സൽ, ഇതുപോലുള്ള പ്രോപ്പർട്ടീസ്, ടൈം സ്കെയിലിംഗ്, ഇത് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ പുട്ട് ടി മൈനസ് ടി നോട്ട് ഈസ് ഈക്വൽ ടു പി എന്ന് കൊടുക്കാം. ടി മൈനസ് ടി നോട്ടിന് ഞാനൊരു ഒരു വേരിയബിൾ കൊടുത്തു, പി എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനകത്ത് ടി എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ പിയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ് ശരിക്കും. അപ്പം ഇവിടെ നമുക്കൊരു ഡി ടി ഉണ്ട്. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ടി നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് 0 ആയി പോവും. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ടി എന്താവും, ഡി പി ആവും. സോ ഞാൻ ഡി ടിക്ക് വരെ എനിക്ക് ഡി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടി എന്താണ്, ടി ഈസ് ഈക്വൽ ടു പി പ്ലസ് ടി നോട്ടാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ടി എന്ന് പറയുന്ന വേരിയബിളിനെ പിയിലോട്ട് മാറ്റുവാണ്. സോ ടിക്ക് പകരം എനിക്ക് പി പ്ലസ് ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡി ടിക്ക് പകരം ഡി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ലിമിറ്റ് നോക്കുക. ലിമിറ്റ് ഇത് ടിയിലുള്ള ഇക്വേഷനാണ്. സോ ടി -∞ ടു ഇൻഫിനിറ്റി ആണ്. സോ ആസ് ടി ടെൻസ് ടു -∞, പി എന്താവും, ടി -∞ മൈനസ് ടി നോട്ട് എന്ന് പറയുന്നതും ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, -∞ തന്നെ ആയിരിക്കും. ടി ടെൻസ് ടു +∞ മീൻസ് പി വിൽ ടെൻസ് ടു +∞. ഇവിടെ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ലിമിറ്റിന് ചേഞ്ച് ഒന്നുമില്ല. സോ നമുക്ക് ലിമിറ്റ് അങ്ങനെ തന്നെ ഇടാം. ദെൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിന് പകരം പി എന്ന് കൊടുക്കാം. ഇ റേസ് ടു മൈനസ് അഗെയിൻ ജെ ഒമേഗ, ഇവിടെ വീണ്ടും ടി വരുന്നു, ടിക്ക് പകരം പി പ്ലസ് ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി പ്ലസ് ടി നോട്ട്, ഡി ടിക്ക് പകരം ഡി പി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഡി പി. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇത് പിയിലുള്ളൊരു ഇക്വേഷനാണ്. ഇവിടെ കോൺസ്റ്റൻ്റായിട്ട് വരുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ടാണ്. സോ അത് ഞാൻ ഇൻറ്റഗ്രലിന് വെളിയിലെടുക്കുവാണ്. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഇൻറ്റു ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. സോ ഈ ഒരു ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് എക്സ് ഓഫ് ഒമേഗയാണ്. കാരണം ഇത് പിയിലുള്ളൊരു ഇക്വേഷൻ ആണെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് പിക്ക് പകരം ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് ഒമേഗയാണ്. സോ എന്ത് വേരിയബിൾ വന്നാലും ഈ ഒരു ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ തന്നെയാണ്. സോ ഇത് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. വേരിയബിൾ ടിക്ക് പകരം പി വന്നു എന്നേ ഉള്ളൂ. സോ ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഉണ്ട് ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിക്ക്
അതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതും പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ ഷിഫ്റ്റിംഗ് വരുന്നത് ഈ ഡൊമൈനിലാണ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. അപ്പോൾ ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റിംഗ് വരുന്നു ഫ്രീക്വൻസി ഡൊമൈനിൽ, അല്ലെങ്കിൽ ഒമേഗയ്ക്ക് ഒമേഗ നോട്ട് ഷിഫ്റ്റിംഗ് വരുന്നു. അപ്പോൾ എന്തിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് വാല്യൂ ആ ഒരു സ്പെക്ട്രത്തിൽ ഉണ്ടാവുന്നത്? സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ, ഇപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഉണ്ട്, നേരത്തെ എക്സ് ഓഫ് ഒമേഗയുടെ കൂടെ റൈറ്റ് സൈഡിൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ, ഇവിടെ എക്സ് ഓഫ് ടിയുടെ കൂടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇ റേസ് ടു മൈനസിന് പകരം ഇ റേസ് ടു ജെ ഒമേഗ ടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഷിഫ്റ്റിംഗ് വാല്യൂ ഒമേഗ നോട്ടാണ്. സോ ഒമേഗയ്ക്ക് പകരം ഒമേഗ നോട്ട് എന്ന് കൊടുക്കുക. നേരത്തെ നമ്മൾ ടിക്ക് പകരം ടി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേം എന്താണോ ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേം എന്താണോ അത് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം. ആ മൾട്ടിപ്ലിക്കേഷൻ ടേം വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ടൈം ഷിഫ്റ്റിങ്ങും ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങും ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ഫോറിയർ ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. സോ ഈ ഒരു ടേമിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു, ഞാൻ ഇതിനെ ഇ റേസ് ടു മൈനസ് ജെ കോമൺ എടുത്തു കഴിഞ്ഞാൽ, ഇ റേസ് ടു മൈനസ് ജെ കോമൺ എടുത്താൽ ഇവിടെ ഒരു ഒമേഗയുണ്ട്, ഇവിടെ മൈനസ് ജെ എടുക്കുമ്പോൾ മൈനസ് ഒമേഗ നോട്ടെന്ന് വരും, പിന്നെ ഒരു ടിയും കൂടെ ഉണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ ഈ ഒമേഗ നോട്ട് ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഈ വെറും ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആയിരുന്നെങ്കിൽ ഇത് എക്സ് ഓഫ് ഒമേഗയാണ്. ഇവിടെ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്താണെന്ന് എഴുതാം? ദിസ് ഈസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. സോ നമ്മളത് പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം, so if x of t Fourier transform x of omega, if x of t Fourier transform x of omega, then x of at Fourier transform will be 1 by mod a x of omega by a. അപ്പോൾ ഇതിനെ നമുക്ക് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്നോ അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്നോ ഒക്കെ പറയാം. കാരണം ഇവിടെ ഫ്രീക്വൻസിക്കും ഒരു 1/a സ്കെയിലിംഗ് നടക്കുന്നുണ്ട്, ഇവിടെ ഒരു AST സ്കെയിലിംഗ് നടക്കുന്നു ടൈം ഡൊമൈനിൽ പോലെ. ഫ്രീക്വൻസി സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇത് തന്നെയാണ്. സോ നമുക്ക് പ്രൂഫ് ചെയ്യാം. എനിക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എക്സ് ഓഫ് ATയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ ഞാനിവിടെ ഒരു കേസ് എടുക്കുവാണ്. കേസ് 1, ദാറ്റ് ഈസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആണെന്നുള്ള അസംഷനിൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യാം. സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് AT ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് AT ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ എഴുതുന്നത്. എക്സ് ഓഫ് AT ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. സോ ഇവിടെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതും ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം. പുട്ട് AT ഈസ് ഈക്വൽ ടു പി. നേരത്തെ ടി മൈനസ് ടി നോട്ട് നമ്മൾ പി എന്ന് കൊടുത്ത പോലെ ഇവിടെ AT ഈസ് ഈക്വൽ ടു പി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡി ടിയുടെ വാല്യൂ dp/a ആയിരിക്കും.
ഇവിടെ നമുക്ക് ATP ആയതുകൊണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടി എന്ത് കിട്ടും? ടിയുടെ വാല്യൂ P/A ആയിരിക്കും. സോ നമുക്ക് dt കിട്ടി, ടി എന്താണെന്ന് കിട്ടി. ഇനി ലിമിറ്റ് നോക്കുവാണെങ്കിൽ ലിമിറ്റിന് വലിയൊരു ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം t ടെൻസ് ടു -∞, ദെൻ p വിൽ ടെൻസ് ടു -∞. ഇവിടെ -∞ കൊടുക്കുമ്പോഴും +∞ കൊടുക്കുമ്പോഴും ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ലിമിറ്റ് ഈസ് സെയിം. സോ p ടെൻസ് ടു +∞. സോ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ -∞ to ∞ x of p e raised to -j⍵, ടിക്ക് പകരം നമുക്ക് P/A എന്ന് കൊടുക്കാം. കാരണം ടിക്ക് പകരം P/A എന്ന് കൊടുത്തു. ദെൻ ഡി ടിക്ക് പകരം dP/A എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇത് നമുക്കൊന്നുകൂടെ ഇവിടെ ഒരു 1/A ഉണ്ട്, അത് ഇൻ്റഗ്രലിന് വെളിയിലെടുത്തു. സോ ഇൻ്റഗ്രൽ -∞ to ∞ x of p into e raised to -j⍵ P/A. അപ്പോൾ ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ω/A ഇൻറ്റു പി രണ്ടും സെയിം ആണ്. P/A എന്നും ω/A ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. പിന്നെന്തുണ്ട്? dP ഉണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. ദെൻ ഇവിടെ ഇപ്പോൾ എ ഇല്ലായിരുന്നെങ്കിൽ x of p e raised to -j⍵ P dP എന്ന് പറഞ്ഞാൽ x of ഒമേഗയാണ്, ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷനാണ്. ഇപ്പോൾ ഇവിടെ ഒമേഗയ്ക്ക് വരും ω/A ആയതുകൊണ്ട് നമുക്ക് എഴുതാം 1/A x of ω/A ആണ് ഈ ടേം. സോ ഇതാണ് നമ്മൾ കേസ് 1 ആയിട്ട് എടുത്തേക്കുന്നത്, എ പോസിറ്റീവ് ആവുന്ന കേസിൽ. സിമിലർലി നമ്മൾ കേസ് 2 ചെയ്യുന്നില്ല. സിമിലർലി കേസ് 2 എന്ന് പറഞ്ഞാൽ a <0, a നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x ഓഫ് -AT, ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/-a x ഓഫ് ω/-a അല്ല +a തന്നെയാണ്. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് ഈ കേസ് 2 ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ഇൻ ജനറൽ നമുക്ക് പറയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x ഓഫ് AT ഈക്വൽ ടു 1/mod a x ഓഫ് ω/a. കേസ് 1ൽ +aയും കേസ് 2ൽ -aയും വരുന്നതുകൊണ്ട് ഞാനിതിനെ mod a വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. നെക്സ്റ്റ് പ്രോപ്പർട്ടി. സോ നമ്മൾ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. നെക്സ്റ്റ് 5th പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ടൈം റിവേഴ്സൽ. സോ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് x of t Fourier transform x of omega, then x of minus t Fourier transform will be x of minus omega. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പല രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പുട്ട് -t = p എന്ന് കൊടുത്തിട്ട് പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം യൂസിങ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ ടൈം സ്കെയിലിംഗ് വെച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. യൂസിങ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x of AT can be written as 1/mod a x of ω/a. സോ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിക്കകത്ത് എക്ക് -1 എന്ന് കൊടുക്കുക. പുട്ട് a is equal to -1. therefore ഫോറിയർ ട്രാൻസ്ഫോം ft അല്ലെങ്കിൽ f എന്ന് കൊടുത്താലും മതി. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x of -t equal to 1/mod -1 into x of ω/-1. സോ മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ 1 തന്നെ ആയിരിക്കും. സോ അതിനെ 1 എന്ന് കൊടുക്കാം. x of ω/-1 എന്ന് വെച്ചാൽ -ω. സോ ഈ രീതിയിൽ നമുക്ക് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടിയാണ്. സോ നെക്സ്റ്റ് 6th പ്രോപ്പർട്ടി, ഡിഫറൻഷിയേഷൻ. സോ ഡിഫറൻഷിയേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈനും ഉണ്ട്, ഫ്രീക്വൻസി ഡൊമൈനും ഉണ്ട്. സോ ടൈം ഡൊമൈൻ, ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അടുത്ത മോഡ്യൂള് കംപ്ലീറ്റ് ഈ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വെച്ച് അതുപോലെ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ ഇഫ് x of t ഫോറിയർ ട്രാൻസ്ഫോം x of omega, then
ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്, അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈൻ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൂഫ്, ഇപ്പോൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി ഇൻവേഴ്സ് ഇക്വേഷനാണ്. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ ഇൻവേഴ്സ് ഇക്വേഷൻ എഴുതുക. ഇൻവേഴ്സ് ഇക്വേഷൻ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. സോ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ്, അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ഇൻവേഴ്സ് ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ dx of t by dt means differentiating the above equation with respect to t. സോ നമുക്കിവിടെ എന്ത് കിട്ടും? രണ്ട് സൈഡിലും ടി വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗയൊക്കെ അതുപോലെ തന്നെ നിൽക്കും. ഇ റേസ് ടു ജെ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഒരു ജെ ഒമേഗ കൂടി വരും. കാരണം ഇ റേസ് ടു എക്സിൻ്റെ എക്സ് തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ദെൻ അതിൻ്റെ ആ ഇന്നർ ഫംഗ്ഷൻ ജെ ഒമേഗ കൂടെ വരും വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട്. ദെൻ ഒരു ഡി ഒമേഗ കൂടി വരും. സോ ഇതാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദെൻ ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ടി ഒമേഗ. സോ ജെ ഒമേഗയെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് ഞാനിങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഇക്വേഷൻ അല്ലേ, ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ഓഫ് ടി ഈസ് എഫ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഇക്വേഷനാണിത്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ ചെയ്താൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. അതേപോലെ ഏതാണ്ട് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എഫ് ഇൻവേഴ്സിൻ്റെ ടേംസിൽ എഴുതാം. ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ജെ ഒമേഗ എക്സ് ഓഫ് ഒമേഗ. സോ ദിസ് ഇക്വേഷൻ ഈസ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജെ ഒമേഗ എക്സ് ഓഫ് ഒമേഗയാണ്. ഇത് നമുക്ക് കിട്ടുന്നത് ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി വാല്യൂ ആണ്. ഈ എഫ് ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടുത്തെ കേസ് തന്നെ ഇവിടെ എഫ് ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വന്നാൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ എന്ന് കിട്ടുന്നത് പോലെ തന്നെ എഫ് ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. ഇങ്ങനെയാണ് ഈ ഒരു ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി ഇൻ ടൈം ഡൊമൈൻ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് സെവൻത് പ്രോപ്പർട്ടി that is differentiation in frequency domain. Differentiation in frequency domain. So differentiation in frequency domain നമ്മൾ ചെയ്യുന്നത് if x of t Fourier transform x of omega. സോ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ആണ് കൂടുതൽ പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് വരാറുണ്ട്. സോ ഇവിടെ നമുക്ക് ഡിഫറൻഷിയേഷൻ വരേണ്ടത് ഈ സൈഡിലാണ്. ദാറ്റ് ഈസ് ഡി എക്സ് ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ ടി എക്സ് ഓഫ് ടിയുടെ ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ ടി എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് ജെ ഇൻറ്റു ഡി എക്സ് ഓഫ് ഒമേഗ ബൈ. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ കിട്ടണമെങ്കിൽ നമുക്ക് ടി എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ഒരു ജെ ഇൻറ്റു എന്നും പറഞ്ഞിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. ടി എക്സ് ഓഫ് ടി ഫോമിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിക്കാം. സോ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് ഒമേഗയാണ്. സോ എക്സ് ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഫൊറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കാരണം ഫ്രീക്വൻസി ഡൊമൈനാണ്. സോ ഡി എക്സ് ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി അതുപോലെ തന്നെ നിൽക്കും. ഇ റേസ് ടു ആ എക്സ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. ഇൻറ്റു ഇന്നർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ഒമേഗയാണ്. സോ നമുക്കൊരു മൈനസ് ജെ ടിയും കൂടെ അവിടെ വരും. ദെൻ ഡി ടി. സോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ മൈനസ് ജെ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്നു. മൈനസ് ജെ എന്നാണ്, ഈ മൈനസ് ജെ കോൺസ്റ്റൻ്റ് ആണ്, അത് വെളിയിലെടുത്തു. റിമൈനിങ് എന്താ വരുന്നത്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി എക്സ് ഓഫ് ടി. ഞാനത് ഒരുമിച്ച് എഴുതി, ഒരു ബ്രാക്കറ്റ് കൂടെ കൊടുത്തു. ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇനി ഈ മൈനസ് ജെ എന്ന് പറയുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ ഡി എക്സ് ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗയാണ്. ഈ മൈനസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 1/j ആണ്. മൈനസ് 1/j എന്ന് പറയുന്നത് ജെ ആണ്, കാരണം ജെ സ്ക്വയർ മൈനസ് 1 ആണ്. സോ ജെ സ്ക്വയർ ബൈ ജെ വരും. സോ ജെ ഇൻറ്റു ഡി എക്സ് ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ ഈക്വൽ ടു, അപ്പോൾ മൈനസ് ജെ ഇപ്പുറത്ത് കൊണ്ടുപോയി ജെ ആക്കി. റിമൈനിങ് എന്താ ഉള്ളത്? ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടോ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജെ ഇൻറ്റു ഡി എക്സ് ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ. സോ ദിസ് ഈസ് ദ ഡിഫറൻഷിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ പ്രോപ്പർട്ടി. അടുത്തതും നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എക്സാമിന് ഇത് മാത്രമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് മാത്രം പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ. സോ ദിസ് ഈസ് 8th പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ പ്രോപ്പർട്ടി. സോ കൺവല്യൂഷൻ നമുക്കറിയാം, കൺവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ. ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആൻഡ് എച്ച് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എച്ച് ഓഫ് ഒമേഗ. x1 എന്നും x2 എന്നും കൊടുത്താൽ മതി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ ഞാൻ എക്സും എച്ചും ആണ്, എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും. എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ഒമേഗയും എച്ച് ഓഫ് ടിയുടെ എച്ച് ഓഫ് ഒമേഗയാണെങ്കിൽ ദെൻ കൺവല്യൂഷൻ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി, ടൈം ഡൊമൈനിലുള്ള കൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. സോ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ, എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ എന്തിൻ്റെയാണോ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത് അതേ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇനി ഇപ്പം നമ്മൾ കൺവല്യൂഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓൾറെഡി ഒരു ഇൻ്റഗ്രൽ ഉണ്ട്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ദെൻ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവല്യൂഷൻ ഇക്വേഷൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവല്യൂഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് ഇക്വേഷനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ദെൻ എന്താണുള്ളത്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. സോ കൺവല്യൂഷൻ ഇക്വേഷനും കൂടെ എഴുതി, അപ്പോൾ രണ്ട് ഇൻ്റഗ്രൽ വാല്യൂസായി. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് കാണാം, ഒന്ന് ടോയും ഒന്ന് ടിയും. അപ്പോൾ ടിയും ടോയും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ്റഗ്രേഷൻ ആദ്യം ചെയ്യുന്നത് ടി ആണ്. സോ ഇൻ്റർചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, നമുക്ക് പറയാം ഇൻ്റർചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. സോ ആദ്യം ഏത് ഇൻ്റഗ്രേഷൻ ചെയ്യും അതാണ് പറയുന്നത്. സോ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയാണ്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ടോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ടി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടോ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ എക്സ് ഓഫ് ടോ അവിടെ എഴുതി. ദെൻ ടി വരുന്ന ടേംസിൻ്റെ ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇവിടെ എച്ച് ഓഫ് ടി മൈനസ് ടോ ഉണ്ട്, ടി വരുന്ന ഫംഗ്ഷൻ ഇതാണ്. അടുത്ത ടി വരുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആണ്, പിന്നെ ഡി ടി. സോ ഇതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഈ ബ്രാക്കറ്റിലുള്ള ടേമാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെന്താ ഉള്ളത്? ഒരു ഡി ടോ, ദെൻ ടോ നമ്മൾ ചെയ്യും. ഇതാണ് ഇൻ്റർചേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഞാൻ പറഞ്ഞത്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
എക്സ് ഓഫ് ടോ ഇൻറ്റു ഇത് എന്താണ് എച്ച് ഓഫ് ടി മൈനസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചു. എന്താണ് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ടാണ്. അപ്പം ഈ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുവാണ് യൂസിങ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ഓഫ് ടി മൈനസ് ടി നോട്ട് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നമുക്ക് എച്ച് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എച്ച് ഓഫ് ഒമേഗ ആണ്. ഇവിടെ എക്സ് ഓഫ് ടിയുടേത് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്കിവിടെ എച്ച് ഓഫ് ഒമേഗ വരും ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. ഇവിടെ ടി നോട്ട് ഷിഫ്റ്റിംഗ് ആയിരുന്നു, ഇവിടെ ടോ ഷിഫ്റ്റിംഗ് ആണ്. സോ നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ എന്നാണ് വരുന്നത്. കാരണം എച്ച് ഓഫ് ടി ആണ്, എക്സ് ഓഫ് ടി അല്ല, എച്ച് ഓഫ് ടി ആണ്. സോ എച്ച് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എച്ച് ഓഫ് ഒമേഗ മൾട്ടിപ്ലൈഡ് വിത്ത് ഇവിടെ ടി നോട്ടിന് പകരം ടോ ആണ്. അപ്പോൾ ഇത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നാണ് ഈ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളതിന് പകരം ഇത്ര എഴുതാം. ദെൻ ഡി ടോയും കൂടെ വരും. ദെൻ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇൻറ്റഗ്രേഷൻ ഒരെണ്ണം കഴിഞ്ഞു, അടുത്ത ഇൻറ്റഗ്രേഷൻ ടോയിലാണ്. സോ ടോയിൽ വരുമ്പോൾ ഈ എച്ച് ഓഫ് ഒമേഗ നമുക്കൊരു പുറത്തെടുക്കാവുന്ന ടേമാണ്. സോ എച്ച് ഓഫ് ഒമേഗയെ പുറത്തെടുത്തു. റിമൈനിങ് എന്താണ്? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ. ഇവിടെ ടോയ്ക്ക് പകരം ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് വേരിയബിൾ വന്നാലും ഇതെന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ്. സോ ഇതിനെ നമുക്ക് എക്സ് ഓഫ് ഒമേഗ എന്ന് കൊടുക്കാം. സോ നമുക്ക് ആൻസർ കിട്ടി. എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ അല്ലെങ്കിൽ എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്ന് നമുക്ക് കൺവല്യൂഷൻ പ്രോപ്പർട്ടി കിട്ടി. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർസിവൽസ് തിയറമാണ് അല്ലെങ്കിൽ പാർസിവൽസ് റിലേഷൻ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാർസിവൽസ് റിലേഷൻ. സോ അതിൻ്റെ ഫോർമുല ഇതാണ്. If x of t Fourier transform x of omega, then E എനർജി വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എനർജി കണ്ടുപിടിക്കുന്നത് ടൈം ഡൊമൈനിൽ എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി ആണ്. അപ്പോൾ അതിന് ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതുമ്പോൾ നമുക്ക് 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ഡി ഒമേഗ എന്ന് എഴുതാം. സോ ഈ ടൈം ഡൊമൈനിലും അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റിലേഷനെയാണ് പാർസിവൽസ് റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന്. സോ എനർജിയുടെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. സോ ഈ മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടിയെ നമുക്കിങ്ങനെ എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് ടി ഡി ടി. സോ മോഡ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയറിനെ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് ഡി ടി എന്ന് എഴുതി. ദെൻ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഈ സെക്കൻഡ് എക്സ് ഓഫ് ടിയെ ഞാൻ ഇൻവേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. എക്സ് ഓഫ് ടി നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ പഠിച്ചിട്ടുണ്ട് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ. ദാറ്റ് ഈസ് 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇതാണ് എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ, അതായത് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ. പക്ഷേ ഇവിടെ എക്സ് കോൺജുഗേറ്റ് ഓഫ് ടി ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു കോൺജുഗേറ്റ് ഇവിടെ കൊടുക്കുന്നു ഡി ഒമേഗ. ദെൻ നമ്മളതിനെ ഓപ്പൺ ചെയ്യുവാണ്. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗയുടെ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗയാണ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടിയുടെ കോൺജുഗേറ്റ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇവിടെ ഡി ടി ആണ്, ഡി ഒമേഗ അല്ല, ഇവിടെ ഡി ടി ആണ്. സോ എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ഒമേഗ ദെൻ ടി ടി. സോ ഈ ഫോമിൽ വരും. ദെൻ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഡി ഒമേഗയും ഡി ടി ഉണ്ട്. ഫസ്റ്റ്ലി നമ്മൾ ഡി ടി ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. സോ ഇൻ്റർചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ.
interchanging the order of integration നമുക്ക് എങ്ങനെ എഴുതാം? this is equal to integral minus infinity to infinity. സോ ഞാൻ ആ 1/2π എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇവിടെ എഴുതുവാണ്. minus infinity to infinity x conjugate of omega. then remaining term ടിയുടെ ടേംസിനെ എല്ലാം ഒരുമിച്ച് എഴുതുവാണ്. x of t e raised to minus j omega t dt. അപ്പോൾ ജസ്റ്റ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ, അത്രയും ഡി ഒമേഗ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗ. ഇതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ തന്നെയാണ്. സോ ഇതിനെ നമുക്ക് എക്സ് ഓഫ് ഒമേഗ എന്ന് കൊടുക്കാം, അത്രയും ഡി ഒമേഗ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിരുന്നു, മോഡ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ് ഓഫ് ടി എക്സ് കോൺജുഗേറ്റ് ഓഫ് ടി ഡി ടി എന്നാണ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ഡി ഒമേഗ. സോ ഇതാണ് നമ്മുടെ പാർസിബിൾസ് റിലേഷൻ എന്ന് പറയുന്നത്. ടൈം ഡൊമെയിനിലുള്ള എനർജി വാല്യൂവിനെ ഫ്രീക്വൻസി ഡൊമെയിനിൽ എഴുതുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇതാണ് പാർസിബിൾസ് റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർസിബിൾസ് തിയറം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, സോ ഇത്രയും പ്രോപ്പർട്ടീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ. അപ്പോൾ ഇതിനെല്ലാം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വീഡിയോ അത് വെച്ചിട്ടുള്ളതാണ്. ഈ പഠിച്ച പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.